രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. പറയടോ, അവളെ ഞാൻ വളർത്തിയാലും തീർത്താലും ആരാ നീ ചോദിക്കാൻ? ബലത്തോടെ അവന്റെ കൈകളെ കോളറിൽ നിന്ന് മാറ്റി ശാന്തമായിട്ടായിരുന്നു ആ ചോദ്യം. ഞാൻ ഞാൻ ആരാണെന്ന് തന്നെ ഇപ്പോൾ കാണിച്ചു തരാമടോ. ഇനി തന്നോട് സംസാരിക്കാൻ പോകുന്നത് പോലീസാണ്. തീർത്തു തരാം ഞാൻ തൻ്റെ എല്ലാ അഹങ്കാരവും. പറയുന്നതിൻ്റെ ഒപ്പമാൻ ഫോൺ കയ്യിലേക്ക് എടുത്തതും അത് ചിന്നിച്ചിതറി നിലത്തേക്ക് പതറി വീണു. എടോ, തന്നെ ഞാൻ. ഹരി പിന്നെയും അവന്റെ നേരെ ചെന്നതും സിദ്ധി മോളെ. റൂമിന്റെ വാതിൽ തല കുമ്പിട്ട് കുനിഞ്ഞിരുന്ന് കരയുന്നവളെ ഓടിപ്പോയി ഉത്തര കെട്ടിപ്പിടിച്ചു. സിദ്ധി, ഡി, നീ നീ ഇവിടെ? നിനക്ക് എങ്ങനെയുണ്ട്? എന്തോ ഇവിടെ നടക്കുന്നേ? ഈ വീടൊക്കെ എന്താ ഇങ്ങനെ? മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ അത്രയും ഒന്നിനു പുറകെ ഒന്നായി അവൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവളെ മുന്നിൽ കണ്ടതിന്റെ അമ്പരപ്പിൽ കരയാൻ പോലും മറന്നിരിക്കുകയായിരുന്നു സിദ്ധി. ഡി, തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്നവളെ ഉത്തര തോളിൽ പിടിച്ചു കുലുക്കി. സിദ്ധി. ഒരിക്കൽ കൂടി ഉത്തര വിളിച്ചതും സിദ്ധി അവളെ കെട്ടിപ്പിടിച്ച് വലിയ വായിലേക്ക് കരഞ്ഞു. നെഞ്ചു പൊട്ടിയുള്ള അവളുടെ കരച്ചിലിൽ ഉത്തരയും അവൾക്കൊപ്പം തേങ്ങിപ്പോയി. ഈ നേരത്താണ് വംശിയെ തട്ടിമാറ്റി ഹരി അവിടെ എത്തുന്നത്. സിദ്ധി, എടോ, താൻ ഓക്കെയല്ലേ? പുറത്ത് കണ്ട അയാൾ തന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. താൻ വേഗം എഴുന്നേൽക്ക്. നമുക്കിപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകാം. തന്നെ കൊണ്ടുപോകാനായിട്ടാ ഞങ്ങൾ വന്നത്. സർ. ഉത്തര അവനെ ഒന്ന് നോക്കി. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ നിന്ന് സുരക്ഷിതമായി ഞാൻ കൊണ്ടുപോകും. താൻ വേഗം സിദ്ധിയെ എഴുന്നേൽപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ മാറ്, ഞാൻ പിടിച്ചെഴുന്നേൽപ്പിക്കാം. പറയുന്നതിന്റെ ഒപ്പം തന്നെ ഹരി സിദ്ധിയുടെ കയ്യിലേക്ക് തൊടാൻ ചെന്നതും അവൻ നിലത്തേക്ക് കമിഴ്ന്നു വീണത് ഒരുപോലെ ഇരുന്നു. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാകാതെ സിദ്ധിയും ഉത്തരയും നോക്കുമ്പോൾ കാണുന്നത് ഹരിയുടെ തൊട്ടു പിന്നിലായി ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖവുമായി നിൽക്കുന്ന വംശിയാണ്. അവൻ ചവിട്ടി താഴെയിട്ടതാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഉത്തര ഭയന്നുകൊണ്ട് സിദ്ധിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് വാതിലിലേക്ക് ചാരി നിന്നു. എടോ! ചാടി എഴുന്നേറ്റ് വംശിയെ അടിക്കാനായി ഹരി കൈ ഉയർത്തിയതും ഒറ്റ നിമിഷം അവന്റെ കൈ തടഞ്ഞ് കൈത്തണ്ടയിൽ ആഞ്ഞുവെട്ടി പിന്നിലേക്ക് തിരിച്ചു പിടിച്ചിരുന്നു വംശി. നീ! വേദനയ്ക്കിടയിലും വീണ്ടും വംശിയെ തല്ലാൻ പോയവനെ കാലിൽ ചവിട്ടി നിലത്തേക്ക് മുഖം ചുവലിലമർത്തി അവനെ വീണ്ടും വംശി അടിക്കാൻ പോയതും നിലവിളി പോലൊരു ശബ്ദം അവനെ തടഞ്ഞു. വിച്ചേട്ടാ, വേണ്ട! അവനെ ഓടിപ്പോയി അടങ്കൽ പിടിച്ചുകൊണ്ട സിദ്ധിയ പുറത്ത് മുഖമമർത്തി. വേണ്ട വിച്ചേട്ടാ, ഒന്നും ചെയ്യല്ലേ, പ്ലീസ്. തീർക്കും ഞാനിവനെ. ഇവൻ ആരടി നിന്റെ? എന്റെ അടുത്ത് നിന്ന് നിന്നെ വിളിച്ചുകൊണ്ട് പോവുകയെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇവന് ഉള്ളത്? അവന്റെ കഴുത്തിൽ നിന്നും കൈ അയച്ച് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടുള്ള അലർച്ചയിൽ സിദ്ധിയും ഉത്തരയും മാത്രമല്ല ഹരി കൂടി വിറച്ചുപോയി. ചോദിച്ചത് കേട്ടില്ലടി? ആരാ ഇവൻ നിന്റെ? എന്നെക്കാളും നിന്നിൽ അധികാരം ഉണ്ടോ ഇവന്? ഉണ്ട് വംശി, നിന്നെക്കാളും അധികാരം ഇവന് ഇവളിലുണ്ട്. കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛനാ നിൽക്കുന്നവനാ. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നവനെ നോക്കി ഞെട്ടിക്കൊണ്ട് നിന്നുപോയി വംശി. അഗ്നി ഒപ്പം പാർത്ഥനും. ഇവർ രണ്ടുപേരും എങ്ങനെ ഇവിടെ എന്ന് ചിന്തിക്കുന്ന നേരത്തിനിടയിൽ പാർത്ഥൻ വന്നവന്റെ കയ്യിൽ നിന്നും ഹരിയെ പിടിച്ചു നീക്കി നിർത്തിയിരുന്നു. അപ്പോഴേക്കും ഹരിയാകെ തളർന്ന് നിലത്തേക്ക് അവശനായി ഇരുന്നു പോയി. അവന്റെ മൂക്കിൻ തുമ്പിലൂടെയും നെറ്റിലൂടെയും കൈകളിലൂടെയും എല്ലാം ചോര ഒലിച്ചിറങ്ങുന്ന കണ്ട് പാർത്ഥൻ കയ്യിലിരുന്ന കർച്ചിഫിൽ മെല്ലിയൊന്ന് തൊട്ടതും ഹരി വേദനയോടെ ശബ്ദം വെച്ചു. ഞങ്ങൾ വരാൻ ഒരു ഇത്തിരി താമസിച്ചിരുന്നെങ്കിൽ നീ ഇവനെ തീർത്തേനല്ലോ, അല്ലേടാ? ചോദ്യത്തിന് മറുപടി തടാ. മരണത്തിലേക്ക് പോയ നിന്നെ കാലിന് പോലും കൊടുക്കാതെ ഞാനും ഇവനും കൈപിടിച്ചു കൊണ്ടുവന്നത് വല്ലവന്റെ ജീവൻ എടുക്കാനായിരുന്നുവെന്ന് കൈ വീശി വംശിയുടെ കവിളിൽ അടിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചതും ഒരു നിമിഷത്തേക്ക് വംശിയുടെ കൈയും അവന് നേരെ ഉയർന്നു. ഇവന്റെ ജീവൻ എന്തായാലും ഞാൻ എടുക്കും അഗ്നി. അതിനു മുന്നേ എനിക്കറിയേണ്ടത് നീ കുറച്ചു മുന്നേ പറഞ്ഞതിന്റെ അർത്ഥം എന്താടാ? അടുത്ത തവണ അവന്റെ നേരെ ഉയർന്നു പൊങ്ങിയ കൈ പിടിച്ചുകൊണ്ട് വംശി അലറുമ്പോൾ ഇത്തവണ അഗ്നിക്കും വംശിക്കും ഇടയിലേക്ക് കയറി നിന്നത് പാർത്ഥനായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ ഒരിക്കൽ നീ കേട്ടു. അതാണ് അതിന്റെ ആദ്യവും സത്യവും. ഈ നിൽക്കുന്ന ഹരി സിദ്ധിദാത്രിയുടെ ഭർത്താവാണ്. ഒപ്പം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛനും. പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പാർത്ഥനെ പിന്നിലേക്ക് തള്ളിയിരുന്നു വംശി. അവൻ പോയി ഭിത്തിയിലേക്ക് തോളിടിച്ചു വീണു. പറയടി, ഇവര് പറയുന്നതൊക്കെ സത്യമാണോ?
പാർത്ഥനെ തള്ളി നീക്കിപ്പോയവൻ ധാത്രിയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അലറിക്കൊണ്ടാണ് ചോദിച്ചത്, വംശി, വേണ്ട. എടാ, ഞങ്ങൾ പറയുന്ന കേക്ക്. ഞങ്ങൾക്കറിയാം നിനക്ക് സങ്കടവും ദേഷ്യമൊക്കെ ആണെന്ന്. പക്ഷെ അതിനാരെയും കൊല്ലിയല്ലടാ വേണ്ടത്. പ്ലീസ് വംശി, ഒന്ന് കേൾക്കടാ. ദേഷ്യത്തിനുമപ്പുറം സങ്കടമായിരുന്നു അഗ്നിയിൽ ആ നിമിഷം. ഇവൾ നിന്നെ 2 വർഷം മുന്നേ കാശിന് വേണ്ടി വേണ്ടെന്ന് വെച്ചിട്ട് പോയതല്ലേ വംശി. അതിനുശേഷം അവളെ ആര് കല്യാണം കഴിച്ചാലും ആര് കുഞ്ഞിന്റെ അച്ഛനായാലും നിനക്ക് എന്താടാ? നിന്നെ വേണ്ട എന്ന് പറഞ്ഞു പോയുടെ കാട്ടിൽ നീ എന്തിനാ സ്വയം ഇങ്ങനെ ചാവുന്നത്? പ്ലീസ് ഡാ, പറയുന്ന കേക്ക്. ഇവളെ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞി. വേണ്ടടാ ഇവളെ നിനക്ക്. വംശി. അവന്റെ കയ്യിൽ കിടന്ന് പിടയുന്നവളെ അവനിൽ നിന്ന് രക്ഷിക്കാനെന്നപോലെ വംശിയെ വട്ടം ചുറ്റിപ്പിടിച്ച് അഗ്നി പിന്നിലേക്ക് വലിക്കുമ്പോൾ പാർത്ഥൻ അവർക്കിടയിൽ കയറി നിന്ന് അവന്റെ കവളിൽ തന്നെയും പിന്നെയും അടിച്ചുകൊണ്ട് ആ കൈ വിടുവിക്കാൻ നോക്കുകയായിരുന്നു. അവസാനം അഗ്നിയുടെയും പാർത്ഥന്റെയും ബലത്തിൽ വംശി അല്പം പിന്നിലേക്ക് പോയി. അപ്പോഴേക്കും ഹരിയും ഓടി ഇടയിലേക്ക് വന്നിരുന്നു. എനിക്കും ഇവക്കും എന്തെങ്കിലും സംഭവിച്ചാൽ സത്യമായിട്ട് നിങ്ങളെ 3 പേരെ ഞാൻ വെറുതെ വിടില്ല, ഓർത്തോ. ഞങ്ങളെ വെറുതെ വിടണമെങ്കിലും പരലോകത്ത് വിടണമെങ്കിലും ആദ്യം നീ ഇതിൽ നിന്ന് പുറത്തു പോകണ്ടേ? ഇവന്റെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടും വീണ്ടും വീരവാദമായി ഇറങ്ങിയേക്കുന്നു. ഇതുകൊണ്ടൊക്കെ ആണടാ പുല്ലേ അന്ന് നിന്നെ വന്ന് കണ്ടിട്ട് അറിയാതെ പോലും ഇവളുമായിട്ട് ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് കേൾക്കാതെ അവന്റെ മുന്നിൽ വന്ന് ചാടിയിട്ട് ഇപ്പം ഡയലോഗുമായി ഇറങ്ങിയിരിക്കുന്നു. ശാപം. അഗ്നിക്ക് ആകെ ദേഷ്യം വന്ന് കണ്ണ് കാണുന്നില്ലായിരുന്നു. വംശി, ഞാൻ പറയുന്നത് കേൾക്കടാ. നീ ഇനി എത്രയൊക്കെ ബഹളം വെച്ചാലും ദേഷ്യം കാണിച്ചാലും സത്യങ്ങൾ മാറുന്നില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നീ ഇവരെ പോകാൻ വിടടാ. പാർത്ഥൻ സമാധാനത്തിൽ പറഞ്ഞതും വംശി അവനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾ ഇവളെ എനിക്ക് മുന്നേ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? അവന്റെ ചോദ്യത്തിൽ അതുവരെ ദേഷ്യത്തിൽ നിന്ന രണ്ടുപേരും ഒന്ന് പതറി. പറയാൻ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? ഉവ്, കണ്ടുപിടിച്ചിരുന്നു. നിന്റെ കൺമുകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ ഭാര്യയോടും ഭർത്താവിനോടും പറയുകയും ചെയ്തു. അതൊരിക്കലും ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നീ ഒരു കൊലയാളിയായി പോകുമോ എന്നുള്ള ഞങ്ങളുടെ ഭയം കൊണ്ടാണടാ. അവന്റെ അതേ ദേഷ്യത്തിൽ അഗ്നി മുന്നിൽ ചെന്ന് നിന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. അപ്പോഴും ഒന്നും അറിയാതെ നിങ്ങൾക്കൊക്കെ മുന്നിൽ പൊട്ടനായി ഈ ഞാൻ മാത്രം അല്ലേ? അവന്റെ ഉള്ളിൽ സങ്കടം നിറകൊട്ടി. വാ സിദ്ധി, നമുക്ക് പോകാം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. വാ ഉത്തര. അവർ സംസാരിക്കുന്നതിനിടയിൽ ഹരി സിദ്ധിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും പാഞ്ഞു വന്നവനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് വംശി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വംശി, വേണ്ട. അവളുടെ ഭർത്താവിനോട് പൊക്കോട്ടെ. നീ മാറ്. പാർത്ഥൻ വന്നവന്റെ കയ്യിലാണ് പിടിച്ചത്. വംശിയേട്ടാ, വിട്ടേക്കവളെ. എത്ര ദേഷ്യമുണ്ടെങ്കിലും അവള് പ്രഗ്നന്റ് ആണ്. അതെങ്കിലും ആലോചിച്ച് ഏട്ടൻ അവളെ വെറുതെ വിട്. ഉത്തരയും അവന്റെ കാല് പിടിച്ചു. പറ്റില്ല. സിദ്ധിയുടെ കയ്യിൽ പിടിച്ച പിടുത്തം പിന്നെയും മുറുകി. നോക്ക് മിസ്റ്റർ വംശി, ഒരിക്കൽ താനിവളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഞാൻ ഇതുവരെ നടന്നതെല്ലാം മറക്കാൻ തയ്യാറാണ്. പക്ഷെ ഇനിയും തന്റെ സ്വഭാവം മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ താൻ ബുദ്ധിമുട്ടും. ഇനി എന്റെ ഭാര്യയ്ക്കോ കുഞ്ഞിനോ തന്റെ അടുത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇതുവരെ കണ്ട ഹരിയെ ആയിരിക്കില്ല താൻ ഇനി കാണുക. പിന്നെ സിദ്ധിയുടെ കയ്യിലേക്ക് പിടിക്കാൻ തുടങ്ങിയവനെ വയറ്റിൽ ആഞ്ഞു ചവിട്ടി നിലത്തേക്കിട്ട് വംശി അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. അപ്പോ നീ പറയുന്നത് ഈ നിൽക്കുന്നവള് തന്റെ ഭാര്യയാണെന്നാണ് അല്ലേ? അതെ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് തോൽക്കാൻ മനസ്സിലാതെ അവനും ചീറി. ഓ, അങ്ങനെയായിരുന്നെങ്കിൽ എന്നായിരുന്നു നിങ്ങളുടെ കല്യാണം? അങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഹരിയൊന്ന് ഞെട്ടി. അത് പിന്നെ ഡേറ്റ് ഓർക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ പറയും എന്നായിരുന്നു ഡേറ്റ്. പറയൂ ധാത്രി, എന്നായിരുന്നു കല്യാണം? അവളുടെ താടിത്തൊമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ടുള്ള ചോദ്യത്തിൽ ധാത്രി ഇമകൾ താഴ്ത്തി. അവരുടെ രണ്ടുപേരുടെയും മുഖത്തെ പതറിച്ചു കണ്ട പാർത്ഥനും അഗ്നിയും പരസ്പരം നോക്കി. ഓക്കെ, വിട്ടേരെ. ഡേറ്റ് രണ്ടുപേർക്കും ചിലപ്പോൾ ഓർമ്മയിൽ കാണില്ല. ഞാനത് വിട്ടു. പക്ഷെ എനിക്കതല്ല സംശയം. HK അസോസിയേറ്റ്സിന്റെ മുതലാളിക്ക് സ്വന്തമായി ഒരു താലി വാങ്ങാനുള്ള കാശ് പോലും അന്ന് കയ്യിലുണ്ടായിരുന്നില്ലേ? അവന്റെ ആ ചോദ്യത്തിൽ തന്റെ നെഞ്ചിൽ മുഖം അമർത്തിയിരിക്കുന്നവളുടെ ശരീരത്തിലെ കിടുങ്ങല് അവന്റെ ഹൃദയമാണ് ആദ്യം തൊട്ടറിഞ്ഞത്. വംശിയുടെ ചുണ്ടൊന്ന് കൂടി. എന്താ ഹരികൃഷ്ണൻ, മറുപടിയില്ലേ? അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല. ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള
പറഞ്ഞു തീരുന്നതിന് മുന്നേ കൈ അവന്റെ കവിളിൽ പിന്നെയും വീണു. എന്റെ താലി അണിഞ്ഞ് എന്റെ ഭാര്യയായിരിക്കുന്നവളെ ഇനി ഒരിക്കൽ കൂടി നീ നോക്കിയാലുണ്ടല്ലോ, കത്തിച്ചു കളയും പന്നി ഞാൻ. അവളെ അമർത്തി പിടിച്ചവൻ അലറി. വംശി! ഞെട്ടി വിളിച്ചുപോയി പാർത്ഥൻ. നോക്ക് പാർത്ത, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവൾ എന്റെയാണെന്ന്. നോക്കടാ ഇത്. നെഞ്ചിൽ അടക്കി പിടിച്ചു നിന്നവളെ അവർക്ക് നേരെ തിരിച്ചു നിർത്തി അവളുടെ കഴുത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന താലി പുറത്തേക്കിട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ യുദ്ധം ജയിച്ച യോദ്ധാവിന്റെ ഭാവമായിരുന്നു അവനിൽ. എടാ അപ്പൊ കുഞ്ഞ്? ഈ താലി ഇപ്പോഴും ഇവളുടെ കഴുത്തിലുണ്ടെങ്കിൽ ഇനി ഈ ചോദ്യത്തിന് തന്നെ ആവശ്യമില്ലല്ലോ അഗ്നി. ഈ കുഞ്ഞ് എന്റെ തന്നെ. മുന്നിൽ നിന്ന് എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയൊരു നിമിഷമായിരുന്നു അത്.